ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മമ്പയറും പച്ചക്കായും കൊണ്ടുള്ള ഒരു ഉപ്പേരിയാണ്. അപ്പോൾ അതിനായി ഞാൻ എടുത്തത് 200 ഗ്രാം മമ്പയർ. അത് ഇന്നലെ രാത്രി ഞാൻ ഒന്ന് കുതിരാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെള്ളത്തിൽ നിന്ന് വാരി ഒന്ന് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് വീർത്ത് വരും. തലേന്ന് രാത്രി വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും ഉപ്പേരി വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതുപോലെ തന്നെ നല്ല 2 പച്ചക്കായ എടുത്തിട്ടുണ്ട്. 2 മതിയാവും. ഈ ഒരു അളവിൽ എടുക്കുന്ന സമയത്ത് 2 മതിയാവും. അപ്പോൾ ഇത് തന്നെ ധാരാളമായിട്ട് ഒരു 4-5 പേർക്ക് കൂട്ടാനുള്ളൊരു 5-6 പേർക്ക് കൂട്ടാനുള്ളൊരു പാകത്തിന് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ മമ്പയർ ഏറ്റവും ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഒരു ചെറിയ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിലാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ കഴുകി വാരി വൃത്തിയാക്കി വെച്ച മമ്പയർ നമ്മൾക്ക് ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് വേകാൻ പാകത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത്. നമുക്ക് ഉപ്പേരിക്കാണല്ലോ ഇത് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. അപ്പം ഇത് വേകാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അപ്പോൾ ഇനി നമ്മൾക്കിത് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ മമ്പയർ നന്നായി വെന്തിട്ടുണ്ട്. വെന്ത് ഉടഞ്ഞിട്ടൊന്നുമില്ല. ഈ ഒരു പരുവത്തിൽ നന്നായിട്ടിത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതാ ഇതുപോലെ. അപ്പോൾ ഇതാ മമ്പയറെല്ലാം ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതേ കുക്കറിൽ തന്നെ നമ്മൾക്ക് കായും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കായ് ഇതാ ഇതുപോലെ ഞാൻ ചെറുതായിട്ടാണ് മുറിച്ചെടുത്തത്. അപ്പോൾ അത് കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് നമ്മൾക്ക് ഈ കുക്കറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വേവാൻ പാകത്തിനുള്ള ഒരുപാട് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കാതെ കറക്റ്റ് വേവാൻ പാകത്തിനുള്ള വെള്ളം മാത്രം അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാവുക. അപ്പോൾ ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ മമ്പയർ വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ അത് കുറച്ച് വേവാൻ പാടാണ്. ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കായ് വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് ഇട്ട് കൊടുത്തു. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾക്കിനി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ പച്ചക്കായി നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് ഒരു പാത്രത്തിലേക്ക് ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് ഞാൻ ഒരു മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്ക് നേരത്തെ വേവിച്ച് വെച്ച മമ്പയറില്ലേ, അത് നമുക്ക് ഈ ചട്ടിയിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. അതുപോലെ തന്നെ വേവിച്ച് വെച്ച കായും നമുക്ക് ഈ പയറിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം. ആ കായിലെ വെള്ളം ഒന്നും ഞാൻ മാറ്റി കളഞ്ഞിട്ടില്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ ഇതെല്ലാം ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇനി നമ്മൾക്ക് ആ പയറിന് ആവശ്യമായ ഉപ്പ് കൂടി അതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ കായ് വേവിക്കുന്ന സമയത്തിൽ ഉപ്പ് മാത്രമല്ലേ ചേർത്ത് കൊടുത്തുള്ളൂ. അപ്പോൾ പയറിന് വേണ്ടുന്ന ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾക്ക് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് കുറേ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്നൊന്ന് യോജിച്ച് വരുമല്ലോ. ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ മമ്പയറും കായും രണ്ടും ഒരുമിച്ച് ഒരു ചട്ടിയിലേക്ക് മാറ്റിയതിന് ശേഷം നന്നായി തിളച്ച് യോജിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ആ മമ്പയറിന് ആവശ്യമായ ഉപ്പ് കൂടി ഒന്നും മറക്കാതെ ചേർത്ത് കൊടുത്തേക്കണേ. ഇനി നമ്മൾക്കതിലേക്ക് ഒരു 1/4 കപ്പ് ചിരവിയ തേങ്ങ, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, ഒരു 6-7 വെളുത്തുള്ളി അല്ലെ ചതച്ചത്, ഇതെല്ലാം നമുക്ക് ഈ കായിലോട്ട് മമ്പയറിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കുറഞ്ഞ തീയിലിട്ടിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ പച്ചമുളകും തേങ്ങയും വെളുത്തുള്ളിയിലും കറിവേപ്പിലയിലും ഇട്ട് ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് കുറഞ്ഞ തീയിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾക്ക് ലാസ്റ്റ് ഒരു തുള്ളി വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തുള്ളി വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമ്മൾക്കൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ പച്ചക്കായി മമ്പയറും കൊണ്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റുള്ള ഒരു തോരനാണിത്. പച്ചക്കായി അല്ലെങ്കിലും വെറുതെ തോരൻ വെച്ചാലും നല്ലൊരു ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ ഈ മമ്പയർ കൂടി ആയാലോ ടേസ്റ്റ് കുറച്ചും കൂടെ കൂടും.
അപ്പോൾ എല്ലാവരും പച്ചക്കായും മമ്പയറും കൂടിയുള്ള തോരൻ അല്ലെങ്കിൽ ഉപ്പേരി ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റാണ്. നമുക്ക് കഞ്ഞിയുടെ കൂടെയെല്ലാം കഴിക്കാൻ പറ്റിയ അടിപൊളി ഉപ്പേരിയാണ്. കണ്ടില്ലേ, ഉപ്പും ആ പച്ചമുളകിൻ്റെ ടേസ്റ്റെല്ലാം ആ വെളുത്തുള്ളിയുടെ ടേസ്റ്റെല്ലാം ഒന്ന് കിട്ടുമ്പോഴത്തേക്കും ഇതിൻ്റെ രുചി ഇരട്ടിയാകും. ആ പച്ച വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചില്ലേ. അപ്പോൾ ഇതെല്ലാവരും റെഡിയാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്ത് തന്നെയായാലും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.